രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പട്ടികജാതിക്കാരുടെ ക്രീമിലെയർ സംവിധാനവും ഉപവർഗീകരണവും ഉപേക്ഷിക്കണമെന്ന് അഖില കേരള പാണൻ സമാജം. പട്ടികജാതിക്കാർക്ക് ലഭിക്കേണ്ട ഗ്രാന്റുകൾ, മറ്റു ഫണ്ടുകൾ എന്നിവ തടഞ്ഞുവയ്ക്കുന്നത് ഒഴിവാക്കണമെന്നും സമാജം ഭാരവാഹികൾ. വികസന ഫണ്ടുകൾ അട്ടിമറിക്കുകയും ചെലവഴിക്കപ്പെടാതെ മടക്കുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കാലതാമസം ഉണ്ടാകരുതെന്നും പാണൻ സമാജം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം ഭാഗങ്ങളിലൊക്കെ ഈ സമുദായം അല്പം നന്മയിൽ ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിൽ പത്തനംതിട്ടയിലൊക്കെ വളരെ അധകൃതാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ സമൂഹം ജീവിക്കുന്നത്. ആ ആൾക്കാരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വളരെ ആഴ്ന്നിറങ്ങി ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധമായി ഒരു കൂട്ടായ്മ ഞങ്ങൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ കൺവെൻഷൻ. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമാജം ജില്ലാ കൺവെൻഷൻ ഈ മാസം 23-ന് പാലക്കാട് മോയൻ LP സ്കൂളിൽ നടക്കും. രാവിലെ 9-ന് ആരംഭിക്കുന്ന സമ്മേളനം സമാജം സംസ്ഥാന പ്രസിഡന്റ് PN സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സാംസ്കാരിക സംഘടനാ നേതാക്കൾ പങ്കെടുക്കും. കേരള പാണർ സമാജം എന്ന പ്രസ്ഥാനവുമായി പാലക്കാട്ട് 299 പാണൻ സമുദായങ്ങൾ ഒരുമിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കേരളത്തിൽ സമൂഹം ഒരു കുടക്കീഴിൽ വരുന്നതിന്റെ മുന്നോടിയായി ജില്ലാ കൺവെൻഷൻ നടത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമമാണ് കൺവെൻഷനെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി TP കനകദാസ്, A കൃഷ്ണൻ, സുകുമാരൻ പുലാപ്പറ്റ, ദണ്ഡപാണി തത്തമംഗലം, ജയലക്ഷ്മി മണ്ണാർക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.